ഓം നമഃ ശിവായ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. സർവവേദാന്ത സംഗ്രഹമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 5-ാം അധ്യായമായ സന്യാസയോഗത്തിൽ കർമ്മം ചെയ്യുന്നതോ ശ്രേഷ്ഠം, കർമ്മം ചെയ്യാതിരിക്കുന്നതോ ശ്രേഷ്ഠം എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം ശ്രേഷ്ഠമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഫലേച്ഛ കൂടാതെയുള്ള കർമ്മങ്ങൾ എങ്ങനെ ഒരുവനെ ശ്രേഷ്ഠനാക്കി തീർക്കുന്നു എന്ന് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായമായ സന്യാസയോഗത്തിൽ ഭഗവാൻ വ്യക്തമാക്കി തരുന്നു. സന്യാസയോഗത്തിലെ 12-ാം ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം ഇപ്രകാരമാണ്: ശ്രദ്ധയോടും ഭക്തിയോടും കൂടി സർവേശ്വര പ്രീതിക്കായി ഫലകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവനും അങ്ങനെ അല്ലാത്തവനും സിദ്ധിക്കുന്ന ഫലങ്ങൾ ഓരോന്നും ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നു. നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ വിവേകികൾക്ക് സാധിക്കും. അവർ കർമ്മഫലത്തിൽ ആശ വയ്ക്കുകയില്ല. ലാഭങ്ങളിലും നഷ്ടങ്ങളിലും സംഭാവത്തോടുകൂടി ഈശ്വരനെ പൂജിക്കുകയും മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ യോഗനിഷ്ഠയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവൻ കാമാധീനനായിട്ട് ഫലകാംക്ഷയോടുകൂടി കർമ്മം ചെയ്ത് വീണ്ടും ജനനമരണാദികൾക്ക് പാത്രീഭൂതനായി തീരുന്നു. ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ പരമപദം പ്രാപിക്കുന്നു എന്ന മഹത്തായ സന്ദേശമാണ് ഈ ഗീതാശ്ലോകം നമുക്ക് നൽകുന്നത്. നമഃ ശിവായ.